ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തിസാന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്ര സന്നിധി. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നാളെ രാവിലെ 9:45 ചടങ്ങുകൾ ആരംഭിക്കുക. ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആറ്റുകാൽ പൊങ്കാല നാളെയാണെങ്കിലും ഇന്നും ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ മുതൽ, അതായത് രാവിലെ നട തുറന്നത് മുതൽ ഒരു നോക്ക് കാണാൻ, ഒരു നോക്ക് ദർശനത്തിന് വേണ്ടി വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലെ മുതൽ തിരുവനന്തപുരത്തേക്ക് ഈ പൊങ്കാല ഇടാൻ എത്തുന്ന ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇവർ താമസിച്ച് നാളെ പൊങ്കാലയിട്ട് തിരികെ മടങ്ങിപ്പോകാവുന്ന രീതിയിലാണ് ഇവരെല്ലാം എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇന്ന് ക്ഷേത്രം നട തുറന്ന സമയം മുതൽ ഈ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലയിട്ട് മടങ്ങിപ്പോകുക എന്ന അവരുടെ ആഗ്രഹം, ഒരുപക്ഷെ വർഷങ്ങളായി ഈ ആഗ്രഹം നിറവേറ്റുന്നവരുണ്ടാവും. എന്തായാലും അതിലേക്ക്, ആ ഒരു ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് ഈ മണിക്കൂറുകൾ. എത്രയോ മണിക്കൂറുകൾ അവർ ക്യൂ നിൽക്കുന്നുണ്ട്. ആ മണിക്കൂറുകളൊന്നും പക്ഷേ അതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എത്ര മണിക്കൂർ കാത്തു നിന്നെങ്കിലും ആറ്റുകാലമ്മയെ ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോകാം എന്നുള്ള വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ആ ആഗ്രഹത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ചേച്ചി എവിടെന്നാ വരുന്നത്? ഞങ്ങൾ അടുന്ന്. എന്നാ വന്നേ? ഇന്ന് രാവിലെ. ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ട് എത്ര തവണയായി? ഞങ്ങൾ 10-12, ഞാൻ 10-12 പ്രാവശ്യമായി. ഞാനൊരു 3 പ്രാവശ്യമായത്. എന്തെങ്കിലും ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരുന്നത്? ഒരുപാട് ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാറുണ്ട്. ഈ എല്ലാ വർഷവും ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ പൊങ്കാല ഇടുമ്പോൾ വലിയ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കാണോ? പൊങ്കാല ഇടണ്ട് ഇവിടെ വന്നാൽ എങ്ങനെ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് എത്തുക എന്ന് അത്രയും ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ലക്ഷം ജനങ്ങളാണ് കൂടി വരുന്നത്. ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇത്ര ജനങ്ങളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര അതിശയം. പക്ഷേ എങ്ങനെയായാലും ആ ടൈം ആകുമ്പോൾ ദേവി ഞങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കും. പല ആഗ്രഹങ്ങളും ഞങ്ങളെ നടന്നു വരുന്നുണ്ട്. തിരക്കൊന്നും പ്രശ്നമല്ല? തീർച്ചയായിട്ടും തിരക്ക് പ്രശ്നമല്ല. ഇവിടെ ഒരു ഗുരുവായൂർ പോലെ ഒരു ക്യൂ സിസ്റ്റം ഉണ്ടാക്കിക്കണം. ഇവിടെ നോക്കാൻ ആളില്ല. അതൊരു പ്രശ്നമാണല്ലേ? ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. ഗുരുവായൂർ എന്തായാലും അതൊരു പ്രശ്നം നമ്മൾ രാവിലെ വന്നത് മുതൽ കാണുന്നുണ്ട്. കാരണം ഈ ക്യൂ കൃത്യമായ ക്രമീകരണം ഒരുക്കാൻ ഇപ്പോഴും സംഘാടകർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. പക്ഷെ അതിന് കാരണമുണ്ട്. കാരണം ഇത്രത്തോളം ഭക്തജനങ്ങൾ എത്തുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രത്തോളം ആളുകൾ കാത്തുനിന്ന്, മണിക്കൂറുകളോളം കാത്തുനിന്ന് ആറ്റുകാലമ്മയെ ഒരു നോക്ക് കണ്ട് മടങ്ങിപ്പോകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒന്നിലധികം ബ്ലോക്കുകളുണ്ട്. ഈ ബ്ലോക്കുകളെല്ലാം കടന്ന് വേണം ഇവർക്ക് ദർശനം ലഭിക്കുന്ന ആ നടയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം. എന്തായാലും ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ചില പരാതികൾ ഉണ്ടെങ്കിലും ഇത് ഒരുപക്ഷെ ഇത്രയും തിരക്ക് കൂടിയത് കൊണ്ടാകണം. എന്തായാലും എല്ലാവരും ആ ക്രമീകരണങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ഇന്ന് രാവിലെ മുതൽ ദർശനം നടത്തി തന്നെയാണ് മടങ്ങിപ്പോകുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് അവിടെ നിന്ന് ആറ്റുകാലിന് വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ ഉച്ചകഴിഞ്ഞ് മുതൽ അവിടെ വലിയ തിരക്കിൻ്റെ സമയമാണ്, ഗതാഗത നിയന്ത്രണങ്ങളുടെ ഒക്കെ സമയമാണ്. പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നവർ ആ ഗതാഗത നിയന്ത്രണമൊക്കെ മനസ്സിലൊന്ന് കണക്കുകൂട്ടി വെക്കണം കേട്ടോ.